എപ്പോഴും നമ്മൾ ഫ്രണ്ടിൽ നിന്നാണല്ലോ വീഡിയോ തുടങ്ങൽ. ഇന്ന് നമുക്ക് നേരെ നമ്മുടെ കിച്ചണിലേക്ക് പോകാം. നമ്മുടെ കിച്ചണിൻ്റെ പുതിയ വർക്കും കാര്യങ്ങളൊക്കെ എന്തായെന്ന് അറിയണ്ടേ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇതാണ് എൻ്റെ വണ്ടി, എൻ്റെ സ്വന്തം വണ്ടി. ഒരു പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര പുല്ലൊക്കെ ഇങ്ങനെ സൈഡിലിങ്ങനെ മുളച്ചു വരും. നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അവിടെ വൃത്തി കാണില്ല. അതുകൊണ്ട് ഇങ്ങനെ കെട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ ചെടിയൊക്കെ സെറ്റാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പോവാണ് നമ്മുടെ പുതിയ കിച്ചണിലേക്ക്. ഇനി കുറച്ച് പണികൾ മാത്രമേ ബാക്കിയുള്ളൂ, മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഓൾറെഡി ഉണ്ടായ ആദ്യത്തെ കിച്ചണിലുണ്ടായ ഗിൽസൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാണ് നമ്മുടെ പുതിയ കിച്ചൺ. മാഷാ അല്ലാഹ്, നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ. വീഡിയോയിൽ കാണുന്നതിനായിട്ടും നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഫ്ലോറിൽ ഇതാ ഈ ഒരു കളറിലുള്ള ഒരു മാറ്റയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇനി ടൈൽ ഒട്ടിക്കാനുള്ളൂ. അവിടെ ഒട്ടിക്കാനത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗിൽസ് ഇച്ചിരി ഹൈറ്റ് എന്താ പറയുക താഴ്ഭാഗത്തേക്കായിട്ട് നല്ലോണമായിപ്പോയി. അപ്പോൾ അവിടെ ടൈല് വെക്കാൻ പറ്റൂല, അവിടെ ഇങ്ങനെ മുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗിൽസിൻ്റെ ഇപ്പുറത്തെ സൈഡിലും മുട്ടുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്നിട്ട് ഗിൽസിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് ടൈല് വെക്കണം. അതാണ് മെയിനായിട്ട് ഈ ഒരു കിച്ചണിൽ ഫ്ലോറിൽ ഇല്ല പണികൾ. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് വെക്കാനുണ്ട്. ഇതാണ് നമ്മുടെ കൗണ്ടർ ടോപ്പ്. ശരിക്കും ഈ ഒരു സൈഡിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കാൻ കുറേ നോക്കിയിട്ടാണ്. വെയിലിൻ്റെ ഇതിലാണ് ശരിക്കും ആ കളറ് മനസ്സിലാവുന്നത്. ഒരു ഒലീവ് ഗ്രീൻ കളറാണ്. അപ്പോൾ ഞാൻ ഈ ചാക്കൊക്കെ പിടിച്ച് വലിക്കാനൊക്കെ നോക്കിയിട്ട് ആവുന്നുണ്ടായിട്ടില്ല. അത്ര സൂര്യപ്രകാശം കിട്ടാത്ത സൈഡിലൊക്കെ ഈ ഒരു കളറായിട്ട് നമുക്ക് കാണും. വീഡിയോയിൽ ഇതിനായിട്ടും കുറച്ച് ഡള്ളായിട്ട് ഫീൽ ചെയ്യും. നേരിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ കിച്ചണ് 2 പാർട്ടീഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു സെൻട്രൽ ഇതുപോലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭാഗം നമുക്ക് കിച്ചൺ പണിയൊക്കെ ചെയ്താൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് നമ്മുടെ ടേബിളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. നല്ല വൈറ്റ് കളറാണ് നമ്മൾ വാളിന് ഒട്ടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലൊന്നും നമ്മൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ടായിട്ടില്ല, ചിന്തിച്ചിട്ടുണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇവിടെ ഉണ്ടായ സ്റ്റെപ്പൊക്കെ അവർ പൊട്ടിച്ച്, ഇപ്പോൾ ഇവിടെ സ്റ്റെപ്പേ ഇല്ല. നമുക്ക് കയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് കുറക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിന്. അത്രേ വേണ്ടൂ എന്ന് പറഞ്ഞുകൊണ്ട് അത്രേ ആക്കിയിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. നമ്മുടെ കിച്ചണിലെ കുക്ക് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഈ ഒരു ഏരിയ ആണ്. ഇതാ ഞാൻ പറഞ്ഞ ആ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ്. ഇതാണ് നമ്മുടെ സിങ്ക് ഇച്ചിരി വലുതാക്കിയെന്ന് മാത്രം. പഴയ മോഡൽ സിങ്കനാണ് കൊടുത്തത്. ഇപ്പോഴത്തെ ആ ഒരു മോഡൽ സിങ്ക് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. അപ്പോൾ അവരവിടുന്ന് ഷോപ്പുകാരൻ അതിനെ പറ്റിയിട്ട് നെഗറ്റീവ് പറഞ്ഞ്. പിന്നെ നമ്മൾ വിചാരിച്ച് ഇതന്നെ നല്ലതെന്നില്ലെങ്കിൽ ഇതന്നെ വാങ്ങി. പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തെ ജനലിൻ്റെ ആ സൈഡിലൊക്കെ ഇനി ടൈലൊട്ടിക്കാനുണ്ട്. ശരിക്കും നല്ല തണുപ്പും നല്ല സുഖമുണ്ട് ഈ ഒരു സൈഡിലേക്ക് നമ്മുടെ കിച്ചൺ മാറ്റിയോണ്ട് തന്നെ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. ഇത് നമ്മുടെ വീട്ടിലെ ഫ്രണ്ടും ബാക്കൊക്കെ ഒന്ന് മാറ്റിയെടുത്തതാണ്. ഇത് പുതുതായിട്ട് എടുത്തിട്ടുള്ള കിച്ചണാണ്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ ഉള്ളിൽ അടുപ്പൊന്നും കൊടുത്തിട്ടില്ല. അതായത് പുക അടുപ്പുണ്ടല്ലോ, അത് സെപ്പറേറ്റ് ബാക്കിൽ തന്നെ ഒരു ഷീറ്റ് നീട്ടിയിട്ടൊരു ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുപ്പ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ഇട്ട് ടൈലൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ഗ്യാപ്പ് കൊടുത്തത് ഇവിടെ ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ സൈഡും കൗണ്ടർ ടോപ്പ് വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിനൊരു സ്പേസ്, അത് നമ്മളിങ്ങനെ ഫ്രിഡ്ജ് ഇങ്ങനെ വേറിട്ട് നിൽക്കുമല്ലോ. അതുകൊണ്ടാണ് കൗണ്ടർ ടോപ്പ് ഒരു ഭാഗം ചെറുങ്ങനെ ആക്കിയിട്ട് ആ ഒരു ഭാഗത്ത് ഫ്രിഡ്ജ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് പണികളൊക്കെ അൽഹംദുലില്ലാ പൂർത്തിയായിട്ട് വരുന്നുണ്ട്. ഇനി ഗ്ലാസ് വെക്കണം, ബാക്കി ടൈലും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ അടിഭാഗത്ത് ടൈല് വെക്കണ്ടെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെ നമ്മൾ അതൊക്കെ പറഞ്ഞ് എന്തായാലും കൊടുത്തോ, നമുക്ക് അതായിരിക്കും സുഖം, ക്ലീൻ ആക്കാനൊക്കെ സുഖം അതാണ് പറഞ്ഞുകൊണ്ട് തന്നെ തേപ്പുകാർ അവിടെ ടൈലിടേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ടൈലെടുക്കുന്ന അവർ അളവെടുക്കാൻ ചോദിച്ച സമയത്ത് നമ്മൾ വേണ്ടെന്നായിരുന്നു പറഞ്ഞത്. എന്നിട്ട് നമ്മൾ വീണ്ടും പറഞ്ഞിട്ട് അളവ് വാങ്ങിയിട്ട് നമ്മൾ എന്താക്കി ടൈല് വീണ്ടും എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇനി ഗ്ലാസ് വരുന്ന സമയത്ത് എലി കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കവറിങ്ങൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ പുതിയ വിശേഷങ്ങൾ.
കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിന്. പിസ്ത ഗ്രീൻ ആയിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായത്, പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അതൊരു ഒലിവ് ഗ്രീനായി മാറിയതാണ്. എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോസിലായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ഓൾ.